പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അണ്ടർപിന്നിങ് തിയറീസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് പെർഫോമൻസ്. ഏതൊക്കെ ടൈപ്പ് മാനേജ്മെൻറ്റ് സ്റ്റൈലുകളാണ് ഉള്ളത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. There are different styles of management and each has their own particular effect on performance. ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈലുകളുണ്ട്. അതിനൊക്കെ അനുസരിച്ച് ഡിഫറെൻറ്റ് മാനേജർമാർ എന്തായിരിക്കും ഡിഫറെൻറ്റ് സ്റ്റൈലുകളാണ് ഫോളോ ചെയ്യുക. അതിനനുസരിച്ച് എന്തിൽ മാറ്റം വരും? എംപ്ലോയിൻ്റെ ഓവറോൾ പെർഫോമൻസിൽ എന്ത് ചെയ്യും? മാറ്റം വരും. The different management styles are discussed below. ഒന്ന് മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട്, മാനേജ്മെൻറ്റ് ബൈ റിപ്പോർട്ട്, മാനേജ്മെൻറ്റ് ബൈ ഡെസീറ്റ്, ദ ഇംപോവറിഷ്ഡ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ, ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്റ്റൈൽ, കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ, ടീം മാനേജ്മെൻറ്റ്, അവിടെ തന്നെ ഓപ്പർച്യൂണിസ്റ്റിക്, വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ മാനേജ്മെൻറ്റ്. ഇത്രയാണ് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സ്റ്റൈലുകളെന്ന് പറയുന്നത്. ഇപ്പം എന്താണ് മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട് എന്ന് നോക്കാം. ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി. എന്താണ്, ചില മാനേജർമാരുണ്ട് സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യും? ഭീഷണിപ്പെടുത്തിങ്ങാണ്ട് എന്ത് ചെയ്യുക? എംപ്ലോയീസിനെ നിലക്ക് നിർത്തുന്ന എംപ്ലോയീസാണ് എന്ത് മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട് എന്ന് പറയുന്നത്. സം ബോസസ് അഡോപ്റ്റ് മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട് ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ആൾ എംപ്ലോയീസ് ആൻഡ് ടാസ്ക്. എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുക? എന്തുപയോഗിക്കുക? ത്രെട്ട് ഉപയോഗിക്കുക, ഭീഷണി ഉപയോഗിക്കുക. അതാണ് എന്ത് മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട്. ദേ കൺസിസ്റ്റൻ്റ്ലി ഇഷ്യൂ ത്രെഡ്സ് ടു എംപ്ലോയി ഫോർ ഫെയിലിംഗ് ടു മീറ്റ് ഡെഡ് ലൈൻസ്. നമുക്കറിയാം മാനേജർമാർ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു ജോലി അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ടാസ്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും? ഡെഡ് ലൈന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഡെഡ് ലൈന് തെറ്റിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക? നന്നായിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട്. ബോസസ് ദാറ്റ് ഹി മസ്റ്റ് യൂസ് MBT മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട് ഹവ് ലോസ്റ്റ് ദ പവർ ടു ലീഡ് ആൻഡ് റിലേ ഓൺ എനി മെത്തേഡ് ടു എൻഫോഴ്സ് സ്റ്റാഫ് കംപ്ലയിൻസ് ആൻഡ് പെർഫോമൻസ് ടാർഗറ്റ്. പെർഫോമൻസ് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക? ത്രെട്ടിലൂടെ അവരെ ഭീഷണിപ്പെടുത്തി എന്ന മാനേജ്മെൻറ്റ് സ്റ്റൈലിനെയാണ് എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട് എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഒരു നെഗറ്റീവ് എക്സ്പെക്റ്റേഷനാണ് ആരിൽ ഉണ്ടാക്കുക? എംപ്ലോയീസിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക. അതേപോലെ തന്നെ അവരുടെ ഇടയിൽ റോങ് ബിഹേവിയർ, തെറ്റായിട്ടുള്ള ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈലിലൂടെ എന്തുണ്ട്? സാധ്യത ഉണ്ട്. അത്രയാണ് മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട്. ഇനി വരുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ റിപ്പോർട്ട്, MBR. ആ വേർഡിൽ തന്നെ ഉണ്ട്. എന്താണ്? കൃത്യമായ ഇടവേളകൾ എന്ത് ചെയ്യുക? ഇപ്പോൾ നിങ്ങൾക്കൊരു വീക്ക് അല്ലെങ്കിൽ ഒരു മാസത്തെ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസത്തിൻ്റെ ഒരു 2 ദിവസം മുമ്പ് എന്ത് ചെയ്യുക? കൃത്യമായ റിപ്പോർട്ട് ചോദിക്കുക. അതുവരെ ചെയ്ത വർക്കിൻ്റെ റിപ്പോർട്ട് ചോദിക്കുക. അതാണ് മാനേജ്മെൻറ്റ് ബൈ റിപ്പോർട്ട്സ്. സം ബോസസ് മാനേജ് ബൈ റിക്വസ്റ്റിംഗ് എ ലോട്ട് ഓഫ് റിപ്പോർട്ട്സ് ഫ്രം സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക? റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുക. ദിസ് റിപ്പോർട്ട് കം ഇൻ ഡിഫറെൻറ്റ് ഫോർമാറ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റഡ് കണ്ടൻസ്. ഡിഫറെൻറ്റ് ഫോർമാറ്റുകളിൽ ആയിരിക്കും. ദ ഫ്രീക്വൻസി ക്യാൻ ബി ഡെയിലി, വീക്കിലി, മന്ത്ലി, അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ താൽക്കാലിക റിപ്പോർട്ടുകൾ. ദ സബോർഡിനേറ്റ് ഷുഡ് ഇൻ ഗോ ഹോം ആൻഡ് റിപ്പോർട്ട് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യാതെ ആർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല? ആ സബോർഡിനേറ്റ്സിന് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ജോലി കൃത്യമായിട്ട് ചെയ്യും. എന്താണ്? കാരണം ആ റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം? അവർ ചെയ്ത ജോലിൻ്റെ ടാസ്കിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. ഈ ഒരു സ്റ്റൈലിനെയാണ് എന്ത് പറയുന്നത്? മാനേജ്മെൻറ്റ് ബൈ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. MB ആർ ദ സം ബോസസ് മാനേജ് ബൈ റിക്വസ്റ്റിംഗ് എ ലോട്ട് ഓഫ് റിപ്പോർട്ട് ഫ്രം സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക? ലോട്ട് ഓഫ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുക. ഈ മെത്തേഡാണ് മാനേജ്മെൻറ്റ് ബൈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ ഡിസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പട്യം, ചതി. ദിസ് ഈസ് എ ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എന്ത്? മാനേജ്മെൻറ്റ് ബൈ ഡിസീറ്റ്.
ദിസ് ഈസ് എ ഡെലിബറേറ്റ് സ്ട്രാറ്റജി ടു ഡിസീവ് ഹിസ് സ്റ്റാഫ്. ഡിസീവ് എന്ന് പറഞ്ഞാൽ ചതി അല്ലെങ്കിൽ കാപിട്ടത്തിലൂടെ എന്ത് ചെയ്യുക, എംപ്ലോയിനെ തെറ്റിദ്ധരിപ്പിക്കുക. ദ മാനേജർ വിൽ ടെൽ ദ സ്റ്റാഫ് വൺസ് തിങ് വിൽസ് ടോട്ടലി ഡിഫറെൻറ്റ് തിങ് ഇൻ ദി ഓഫിങ്. നടുക്കടലിൽ ചാടാൻ പറയണ പോലെ കൃത്യമായിട്ട് എന്താണ് നുണ പറഞ്ഞിട്ട് ആരെ പറ്റിക്കുക, എംപ്ലോയീസിനെ ചതിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ബൈ ഡിസീറ്റ് എന്ന് പറയുന്നത്. എ ബോസ് യൂസസ് ദിസ് മോഡ് ഓഫ് മാനേജ്മെൻറ്റ് വെൻ ഹി ഫീൽസ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുൾ ഓഫ് ഡിസ്ട്രസ് ഓർ ഡിസോണസ്റ്റി. ആ മാനേജർക്ക് തോന്നുകയാണ് ആ സ്ഥാപനം അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസൊക്കെ ഡിസോണസ്റ്റി ആണ്, ഡിസ്ട്രസ്ഡ് ആണെന്ന് തോന്നുന്ന സമയത്താണ് മാനേജ്മെൻറ്റ് ഡിസീറ്റ് നില മെത്തേഡ് ആര് ഉപയോഗിക്കാറുള്ളത്, മാനേജർമാർ ഉപയോഗിക്കാറുള്ളത്. മാനേജ്മെൻറ്റ് ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ ചതിയിൽ പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരിന്ന് ഫൈനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വീണ്ടും അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന രീതിയാണ് മാനേജ്മെൻറ്റ് ബൈ ഡിസീറ്റ്. അതായത് മനഃപൂർവ്വമായിട്ട് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നൊരു മെത്തേഡാണെന്ത്, മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് മാനേജ്മെൻറ്റ് ബൈ ഡിസീറ്റ്. പിന്നെ വരുന്നതാണ് ഇംപോവറിഷ്ഡും മാനേജ്മെൻറ്റ് സ്റ്റൈല്, ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്റ്റൈല്, അതുപോലെ തന്നെ കൺട്രി ക്ലബ്ബ്, അതേപോലെ തന്നെ ടീം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിസ്റ്റിക്. ഇതൊക്കെ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് മൗണ്ടിൻ്റെ എന്തിൽ നിന്ന് വരുന്നതാണ്, ബ്ലാക്ക് ആൻഡ് മൗണ്ടിൻ്റെ മാനേജ്മെൻറ്റ് ഗ്രിഡ് സ്റ്റൈലിൽ നിന്നും വരുന്നതാണ്. അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. ഈ ഒരു പിക്ചറിൽ നിന്നാണ് എന്ത് വരുന്നത്, ഈ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡുകൾ വരുന്നത്. ഇംപോവറിഷ്ഡും അതേപോലെ തന്നെ ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്റ്റൈലും, അതേപോലെ തന്നെ കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ് സ്റ്റൈലും, അതുപോലെ തന്നെ ടീം മാനേജ്മെൻറ്റ് സ്റ്റൈലും, അതേപോലെ തന്നെ മിഡിൽ ഓഫ് ദ റോഡ് മാനേജ്മെൻറ്റ്, അതായത് ഓപ്പർച്യൂണിസ്റ്റിക് വാട്ട് ഇൻ ഇറ്റ് ഫോർ മീ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് ഗ്രിഡ്, അതായത് ബ്ലാക്ക് ആൻഡ് മൗണ്ടിൻ്റെ മാനേജറി ഗ്രിഡാണ് ഈ പറഞ്ഞ മെത്തേഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ കൺസേൺ ഫോർ പീപ്പിളും ഒരു സൈഡിൽ കൺസേൺ ഫോർ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇംപോവറിഷ്ഡ് മാനേജ്മെൻ്റ് ആണെങ്കിൽ ലോ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ലോ കൺസേൺ ഫോർ പീപ്പിൾ. അവിടെ എന്താണ്, പ്രൊഡക്ഷനും പ്രാധാന്യം കൽപ്പിക്കൂല, എന്തിനും പ്രാധാന്യം കൽപ്പിക്കൂല, പീപ്പിൾസ് എംപ്ലോയീസിനും പ്രാധാന്യം കൽപ്പിക്കൂല. അതാണ് ഇംപോവറിഷ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അതോറിറ്റി കംപ്ലയിൻറ്റ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയാം. ദിസ് പൊസിഷൻ ഹാവ് ഗ്രേറ്റ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ലിറ്റിൽ കൺസേൺ ഫോർ പീപ്പിൾ. കൂടുതൽ പ്രാധാന്യം എന്തിനു കൊടുക്കുക, പ്രൊഡക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, പീപ്പിൾസിന് എംപ്ലോയിക്ക് എന്താണ് ലിറ്റിൽ കൺസേൺ ഫോർ പീപ്പിൾസിന് ലിറ്റിൽ കൺസേണും കൊടുക്കും. ആ മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് എന്ത് പറയുന്നത്, ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ അതോറിറ്റി കംപ്ലയിൻറ്റ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ആരാണ്, അവിടെ മാനേജർ കൂടുതൽ ഓട്ടോക്രാറ്റിക് ആയിരിക്കും, എംപ്ലോയീസിനെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കും. പക്ഷെ അവിടെ എന്തിന് പ്രാധാന്യം കൊടുക്കില്ല, എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല. അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുക. പിന്നെ കൺട്രി ക്ലബ്ബ് മാനേജ്മെൻറ്റ്. കൺട്രി ക്ലബ്ബ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ കൺസേൺ ഫോർ പീപ്പിളും അതേപോലെ തന്നെ ഹിയർ മാനേജർ ബിലീവ് ദാറ്റ് എ കണ്ടന്റ് സ്റ്റാഫ് വിൽ അണ്ടർടേക്ക് ദാറ്റ് ഈസ് required of them and achieve reasonable level of output. Production is secondary to the avoidance of conflict and maintain the harmony among the staff. അവിടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ കൂടുതൽ ഹാർമണി കൊണ്ടുവരാനാണ് എയിൽ ശ്രമിക്കുന്നത് ഈ ഒരു കൺട്രി ക്ലബ് മാനേജ്മെൻറ്റിൽ ശ്രമിക്കുന്നത്. ഓക്കെ, ലോ പ്രൊഡക്ഷനും പക്ഷേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും വേണ്ടിയിട്ടാണ്, പീപ്പിൾസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് കൺട്രി ക്ലബ്ബ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. പീപ്പിൾസിന് എന്ത് ചെയ്യുക, കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പ്രൊഡക്ഷന് ലെസ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ പറയുന്നത് എന്താ വെച്ചാൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ല ഹാർമണിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും എന്നുള്ളതാണ് കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ് സ്റ്റൈലിൽ പറയുന്നത്. അതാണ് 1-9 ആണ്. 1 ഇവിടെ കൊടുത്തത് പ്രൊഡക്ഷന് 1ഉം കൺസേൺ ഫോർ പീപ്പിൾ എന്താണ് 9ഉം ആണ്. അതാണ് കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ്. പിന്നെ വരുന്നതാണ് ടീം മാനേജ്മെൻറ്റ്. അത് 9:9 ആണ്. മാനേജർ ഓഫ് ദി സ്റ്റൈൽ ഹാവ് ഗ്രേറ്റ് കൺസേൺ ഫോർ ബോത്ത് പീപ്പിൾ ആൻഡ് പ്രൊഡക്ഷൻ.
പീപ്പിൾസിനും അതുപോലെ തന്നെ പ്രൊഡക്ഷനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ്. എന്താണ് കൺസേൺ ഫോർ പ്രൊഡക്ഷന്, കൺസേൺ ഫോർ പീപ്പിൾ രണ്ടിനും എന്താണ് ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ് സ്റ്റൈൽ. പിന്നെ വരുന്നതാണ് മിഡിൽ ഓഫ് ദ റോഡ് മാനേജ്മെൻറ്റ് 5:5. In this managerial approach, the style utilized depends on which style the leader feels will return him or her greatest self-benefit. കൂടുതലും സെൽഫ് ബെനഫിറ്റിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുക. അതാണ് എന്ത് മിഡിൽ ഓഫ് ദ റോഡ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ. കൂടുതലും എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡിവിജ്വൽ സെൽഫ് ബെനഫിറ്റിന് വേണ്ടിയിട്ട്. In light of the research, Black and Mountain stress that managers may switch from one style to another or combine elements of different style. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ബാക്കി 4 മാനേജ്മെൻറ്റ് സ്റ്റൈലുണ്ട്, അതിനൊക്കെ കമ്പൈനായിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അയാൾക്ക് സെൽഫ് ബെനഫിറ്റ് ഏതാണോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇംപവേഴ്സ്ഡ് പറഞ്ഞു, പ്രൊഡക്ഷനും ഇതിനൊക്കെ ലോ. പിന്നെ നാണിസ്റ്റോൺ അതോറിറ്റിക് ഓട്ടോക്രാറ്റിക്, കൂടുതൽ പ്രൊഡക്ഷന് പ്രാധാന്യം, പീപ്പിൾസിന് ലോ കൺസേൺ. പിന്നെ കൺട്രി ക്ലബ്ബ് പീപ്പിൾസിന് കൂടുതൽ മോർ കൺസേൺ ടു പീപ്പിൾ, ലോ കൺസേൺ ടു പ്രൊഡക്ഷൻ. പിന്നെ ടീം മാനേജ്മെൻറ്റ് രണ്ടും ഈക്വൽ. പിന്നെ മിഡിൽ എന്ന് പറഞ്ഞാൽ ആളെ സെൽഫ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. ഒന്ന് ഇംപവേഴ്സ്ഡ് പറഞ്ഞു, നോ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ, കൺസേൺ ഫോർ പീപ്പിൾ. ഇറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ദ ലേസി ഫെയർ ലീഡർഷിപ്പ്. അത് മടിയന്മാരായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്ത് ഇംപവേഴ്സ്ഡ് മാനേജ്മെൻറ്റ്. ലോ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആണ്, ലോ കൺസേൺ ഫോർ പീപ്പിളും ആണ്. നമ്മൾ ആ ഒരു ഡയഗ്രത്തിൽ നമ്മൾ കൃത്യമായിട്ടത് കണ്ടു. ലീഡേഴ്സ് ഇൻ ദിസ് പൊസിഷൻ ഹാവ് ലിറ്റിൽ കൺസേൺ ഫോർ പീപ്പിൾ ഓർ പ്രൊഡക്ടിവിറ്റി. ഹിയർ മാനേജേഴ്സ് ഡെലിഗേറ്റ് കംപ്ലീറ്റ് പവർ ടു ദ സബോർഡിനേറ്റ്സ്. ഈ ഒരു ഇംപവേഴ്സ്ഡ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്ത് ചെയ്യും? മാനേജർ കംപ്ലീറ്റ് അതോറിറ്റി ആർക്ക് കൊടുക്കും? സബോർഡിനേറ്റ്സിന് കൊടുക്കും. പിന്നെ ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്റ്റൈൽ. Managers in this position have great concern for production and little concern for people. കൂടുതൽ പ്രാധാന്യം ആർക്ക് കൊടുക്കുക? പ്രൊഡക്ഷന് പ്രാധാന്യം കൊടുക്കും, പീപ്പിൾസിന് ലെസ് പ്രാധാന്യം കൊടുക്കും. They desire right control in order that it takes done effectively. This type of manager hold complete powers and responsibilities with him and take all decision as his own. Autocratic management style full power ആരുടെ കയ്യിലാണ്? മാനേജർ കയ്യിലാണ്. എല്ലാ തീരുമാനം എടുക്കുന്നത് ആര് തന്നെയാണ്? മാനേജർ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ് സ്റ്റൈൽ. പിന്നെ കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ്. ഹിയർ മാനേജർ ബിലീവ് ദാറ്റ് കണ്ടൻറ്റഡ് സ്റ്റാഫ് വിൽ അണ്ടർടേക്ക് വാട്ട് ഈസ് റിക്വയർഡ് ഓഫ് ദം ആൻഡ് അച്ചീവ് എ റീസണബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ഹൈ കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് ലോ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. ഈ കൺട്രി ക്ലബ്ബിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ല ഹാർമണി, സ്റ്റാഫിൻ്റെ ഇടയിലൊക്കെ ഹാർമണി ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടക്കും എന്നുള്ള കൺസെപ്റ്റാണ് കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഹൈ കൺസേൺ ഫോർ പീപ്പിളും ലോ കൺസേൺ ഫോർ പ്രൊഡക്ഷനാണ് ഇത് കൺട്രി ക്ലബ്ബ് മാനേജ്മെൻറ്റ്. പിന്നെ ടീം മാനേജ്മെൻറ്റ് അടുത്ത ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ്. അതിൽ നമ്മൾ പറഞ്ഞു മാനേജേഴ്സ് ഓഫ് ദി സ്റ്റൈൽ ഹാവ് ഗ്രേറ്റ് കൺസേൺ ഫോർ ബോത്ത് പീപ്പിൾ ആൻഡ് പ്രൊഡക്ഷൻ. പീപ്പിളിനും അവരുടെ പ്രൊഡക്ഷനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് ഇത് ടീം മാനേജ്മെൻറ്റ് സ്റ്റൈൽ. ദേ വർക്ക് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു റീച്ച് ദെയർ ഹയസ്റ്റ് ലെവൽ ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. ദേ ബിലീവ് ഇൻ ക്രിയേറ്റിംഗ് എ സിറ്റുവേഷൻ വെയർ ബൈ പീപ്പിൾ ക്യാൻ സാറ്റിസ്ഫൈ ദെയർ ഓൺ നീഡ്സ് ബൈ കമ്മിറ്റ്മെൻറ്റ്സ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും കൂടി ആര് പ്രവർത്തിക്കും? എംപ്ലോയീസ് പ്രവർത്തിക്കും. അപ്പോൾ ടീം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ബോത്ത് പീപ്പിൾ ആൻഡ് പ്രൊഡക്ഷൻ അതുപോലെ പീപ്പിളിന് ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് ഇത് ടീം മാനേജ്മെൻറ്റ് സ്റ്റൈൽ. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വാട്ട് ഈസ് ഇൻ ഫോർ മീ മാനേജ്മെൻറ്റ്. ഇതിൽ നിന്ന് എന്താണ് എനിക്ക് കിട്ടുക? സെൽഫാണ്. ഇൻ ദിസ് മാനേജർ അപ്പോൾ ദ സ്റ്റൈൽ യൂട്ടിലൈസ്ഡ് ഡിപ്പെൻഡ് ഓൺ വിച്ച് സ്റ്റൈൽ ദ ലീഡർ ഫീൽസ് ഐ വിൽ റിട്ടേൺ ഹിം ഓർ ഗ്രേറ്റസ്റ്റ് സെൽഫ് ബെനിഫിറ്റ്. ഏറ്റവും കൂടുതൽ സെൽഫ് ബെനിഫിറ്റ് ഏത് മാനേജ്മെൻറ്റിൽ നിന്നാണ് കിട്ടുക അതൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് ഓപ്പർച്യൂണിറ്റിസ്റ്റിക്. അങ്ങനെ വേർഡിൽ തന്നെ ഉണ്ട് ഓപ്പർച്യൂണിസ്റ്റിക് മാനേജ്മെൻറ്റ് സ്റ്റൈൽ. ഓക്കെ, എത്രയാണ് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സ്റ്റൈൽ. അതിൻ്റെ ഗ്രിഡ് ഇതൊക്കെയാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈ ഒരു ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 5 മാനേജ്മെൻറ്റ് സ്റ്റൈല് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ പഠിച്ചത് ഒന്ന് മാനേജ്മെൻറ്റ് ബൈ ത്രെട്ട് പഠിച്ചു, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ റിപ്പോർട്ട് പഠിച്ചു, പിന്നെ അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ ഡിസീറ്റ് പഠിച്ചു. ഇത്രയാണ്
പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സ്റ്റൈലുകളെന്ന് പറയുന്നത് 8 എണ്ണമാണ്. നമ്മൾ 8 മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്.